ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാഗി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഇതാ ഞാൻ 30 രൂപയുടെ പാക്കറ്റ് ഒരു മാഗി എടുത്തിട്ടുണ്ട്. 3 ചെറിയ സവാള, ഒരു വലിയ തക്കാളി, 2 മുട്ട, പച്ചമുളക് 2 എണ്ണം, മീഡിയം സൈസ് 2 സവാള ആയിരുന്നാലും മതി. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കറി ലീഫ് ഇടാം. കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പം നീളത്തിൽ അരിഞ്ഞു വെച്ച സവാള അതിലേക്കിട്ട് സവാള നന്നായി വഴറ്റണം. ബ്രൗൺ നിറമാകണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇതിലേക്ക് നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് വീണ്ടും നന്നായി ഒന്ന് വഴറ്റുക. അതിനുശേഷം ഞാൻ തക്കാളി അരിഞ്ഞു വെച്ചിരുന്നു, അതും ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഉടഞ്ഞു വരണം എന്നൊന്നുമില്ല, നന്നായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. മാഗി മസാലയിൽ ഉപ്പുണ്ടാവും, പക്ഷേ നമുക്ക് ഈ തക്കാളിക്ക് സവാളയ്ക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇടുക. ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 മുട്ട ഒഴിക്കാം. മുട്ട ഒഴിച്ച് മുട്ട നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നന്നായി വെന്ത് നമ്മൾ ചിക്കി എടുക്കൂലേ, ആ പരുവത്തിനൊന്നും വരണ്ട. ജസ്റ്റ് ഒന്ന് ഈ ഉള്ളിയും തക്കാളിയായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇതാ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ബൗൾ വെള്ളം ചേർക്കാം. ഇതിൽ 3 മാഗി ഉണ്ടാവും, അതിന് 2 ബൗൾ വെള്ളം തന്നെ കറക്റ്റായിരിക്കും. 2 ബൗൾ വെള്ളവും ചേർത്ത് നന്നായി ഈ മുട്ടയും സവാളയും തക്കാളിയും എല്ലാം കൂടെ വെള്ളത്തിൽ യോജിപ്പിച്ചെടുക്കുക. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ കവറിനകത്ത് 2 മാഗി മസാല ഉണ്ടായിരുന്നു, 2 പാക്കറ്റ്. അത് നമുക്കിതിലേക്ക് പൊട്ടിച്ചിടാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോടെ പ്രസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതാ മസാല 2 പൊട്ടിച്ച് വീഴ്ത്തി നന്നായി ഇളക്കുന്നുണ്ട്. ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് നന്നായി തിളച്ച് വരണം. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാഗി പറക്കിയിടാം. ഇതുപോലെ 3 പീസ് മാഗി ഇതിനകത്തുണ്ട്. മാഗി ഇതിനകത്ത് ഇട്ടതിന് ശേഷം ഇളക്കുകയൊന്നും വേണ്ട, വീണ്ടും അടച്ചു വയ്ക്കാം. ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വരട്ടെ. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കുക. നല്ല കുത്തിയൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ മാഗി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് പൊട്ടാതെ ഇങ്ങനെ നൂല് പോലെ കിട്ടുമ്പോഴാണ് അതൊരു ഭംഗി, കുട്ടികൾക്ക് തിന്നാനൊരു ഇഷ്ടം. അങ്ങനെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം അടച്ചു വെച്ചു. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ആ സൈഡ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് മാഗി ഒന്നും തരിതരിയാന്ന് പൊടിഞ്ഞിട്ടില്ല, നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വയ്ക്കേണ്ട, ഇങ്ങനെ തന്നെ വേവിച്ച് നല്ലതുപോലെ വെള്ളം വറ്റിച്ചെടുക്കുക. ഈ വെള്ളം തന്നെയാണ് പാകം. നന്നായി വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, മാഗി ഉടഞ്ഞു പോകരുത്. അത് നല്ല നൂല് പോലെ കിടന്നാൽ തന്നെ അത് കോരി കഴിക്കുമ്പോൾ ഉള്ള ഒരു പിള്ളേർക്കൊരു ഇഷ്ടമാവത്തുള്ളൂ. അതുകൊണ്ട് ദാണ്ടെ കണ്ടില്ലേ, നന്നായി വെന്ത് സൂപ്പറായി വന്നിട്ടുണ്ട്. ആ നൂല് പോലെ അങ്ങനെ കിടക്കുന്നു, ഒന്നും പൊട്ടിയൊന്നും കൂടുതൽ വരുന്നില്ല. മസാലയുമായി പൊട്ടി യോജിച്ചിട്ടുമില്ല. മാഗിയെ പോലെ തന്നെ ഇരിപ്പുണ്ട്. നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കമൻറ്റായി അറിയിക്കുക. ഇങ്ങനെ അല്ല ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക്